ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ. യോഹന്നാൻ 15-ന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൻ്റെ ശിഷ്യരെ ലോകം വെറുത്തേക്കാം എന്ന് മുൻപ് കൂട്ടി തന്നെ സൂചന കർത്താവ് നൽകുന്നു. ദൗത്യ നിർവഹണത്തിൽ ഏർപ്പെടുമ്പോൾ ശിഷ്യർ അനുഭവിക്കാൻ സാധ്യതയുള്ള ഉപദ്രവങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഈ വേദഭാഗത്ത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് 18-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ മനസ്സിലാകും. ലോകവും സഭയും രണ്ട് വ്യത്യസ്ത അസ്തിത്വങ്ങളാണ്. ദൈവം അത്രമാത്രം സ്നേഹിച്ച് തൻ്റെ പ്രാണൻ നൽകി വീണ്ടെടുത്ത ലോകത്തെ ശിഷ്യർ ശുശ്രൂഷിക്കേണ്ടത് ലൗകിക മാനദണ്ഡങ്ങളിലല്ല. യേശുക്രിസ്തുവിലൂടെ ഉണ്ടായ ദൈവിക വെളിപ്പാടിനോട് ശത്രുത പ്രകടിപ്പിക്കുന്ന ഘടനകളും ശക്തികളുമാണ് ലോകം, ലൗകികം എന്ന വാക്കിലൂടെ യോഹന്നാൻ സൂചിപ്പിക്കുന്നത്. ആ ശത്രുതയിലാണ് ലോകം യേശുവിനെ ക്രൂശിൽ തറച്ച് കൊന്നത്. ഒന്നാമത്, ലോകത്തിന് ക്രിസ്തു ശിഷ്യരോടുള്ള എതിർപ്പിൻ്റെ പ്രധാന കാരണം ശിഷ്യർക്ക് വന്നു ചേർന്ന പുതിയ സ്വഭാവമാണ്. പാപത്തിൽ വീണുപോയ ലോകത്തിൻ്റെ അതേ സ്വഭാവമാണ് ശിഷ്യർക്കും ഉള്ളതെങ്കിൽ അവർ ലോകത്തിൻ്റെ ഭാഗമായിരിക്കുന്നതിനാൽ ലോകം അവരെ സ്നേഹിക്കുമായിരുന്നു. വീണ്ടും ജനിച്ച ദൈവമക്കൾ എന്ന നിലയിൽ വ്യത്യസ്തമായ ഒരു ക്രമത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ ഒരു അധികാരത്തെ വണങ്ങി വ്യത്യസ്തമായ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ യാത്ര ചെയ്യുന്നതിനാൽ ലോകം വിശ്വാസിയെ വെറുക്കും. വിശ്വാസി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതിനാൽ ലോകത്തിൻ്റെ ശത്രുത അനിവാര്യമാണ്. ലോകം തന്നെ വെറുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതിനാൽ ശിഷ്യർക്കും അതേ അനുഭവം ഉണ്ടാകുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകി. ലോകം ഇന്നും യേശുവിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2, ലോകം ക്രിസ്തു ശിഷ്യരെ വെറുക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം അവരെ തിന്മയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്നതാണ്. ലോകത്തിൻ്റെ പ്രകാശമായ യേശു ഇരുട്ടിൻ്റെ ലജ്ജാകരവും നിഷ്ഫലവുമായ പ്രവൃത്തികളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നതുപോലെ കർത്താവിൻ്റെ ശിഷ്യരും ലോകത്തിൻ്റെ വെളിച്ചമാണ്. വെളിച്ചത്തിൽ വസിക്കുന്നവരായിരിക്കുന്നത് കൊണ്ട് അവരുടെ ചെയ്തികൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഖണ്ഡിച്ചും പ്രതിവാദിച്ചും കൊണ്ടേയിരിക്കും. വ്യത്യസ്തമായ മൂല്യബോധം കൊണ്ടും തൊഴിലിനോടും വ്യാപകാരിക ഇടപെടലുകളോടൊക്കെ ഉള്ള ആ ഒരു സമീപനം കൊണ്ടും അവർ ചുറ്റുപാടുമുള്ള ജീവിത വീക്ഷണവും ലോകത്തിൻ്റെ വ്യത്യസ്തമായ ധാർമ്മികതയുമൊക്കെ പ്രകടമാക്കിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ തന്നെ ലോകത്തിൻ്റെ വിദ്വേഷം അവർക്ക് എതിരേ ഉണ്ടാകും. 3, ലോകം ശിഷ്യരോട് സ്വീകരിക്കാൻ പോകുന്ന മനോഭാവം ക്രൂരവും പൈശാചികവും ആകാമെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ആന്തരിക ബലം ശിഷ്യർക്കുണ്ട്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ കൂട്ടായ്മയാണ് ശിഷ്യർക്കുള്ളതെന്ന അവബോധം വിമോചനദായകമാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ
നമ്മൾ അങ്ങനെ വായിക്കുന്നു. ജീവിത വിജയം, സന്തോഷം, മനസമാധാനം, ഭൗതിക സമൃദ്ധി ഇവ വാഗ്ദാനം ചെയ്യുകയും അനുതാപം, ത്യാഗം, സ്വയപരിത്യാഗം, വിശുദ്ധ ജീവിതം ഇവയെക്കുറിച്ച് നിശബ്ദമാവുകയും ചെയ്യുന്ന പ്രബോധനങ്ങൾ ക്രിസ്തീയമല്ല. ദൈവരാജ്യത്തിന് യോജിക്കുന്ന നിലപാടുകളുടെ പേരിലോ ധാർമ്മിക വിശുദ്ധിയുള്ള ജീവിതം സ്വീകരിക്കുന്നതിൻ്റെ പേരിലോ കഷ്ടതകൾ വന്നാൽ തങ്ങൾ അവ സ്വീകരിക്കുന്നതിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിലൂടെയാണ് ദൈവനാമം മഹത്വപ്പെടുത്തുന്നതെന്നും തിരിച്ചറിയുമ്പോൾ അത്തരം കഷ്ടതകളെ സന്തോഷപൂർവ്വം സഹിക്കുന്നതിന് വിശ്വാസിക്ക് കഴിയും. ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്ത്യാനികൾ എന്ന നാമധേയം ലൗകിക ഘടനകൾ നൽകുന്ന മൂല്യബോധത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന് നമുക്ക് നൽകുന്നു. നമ്മൾ പ്രസ്താവിക്കുന്ന വീണ്ടും ജനനാനുഭവം വ്യത്യസ്തമായ ഒരു ക്രമത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ഉള്ള ഉത്ബോധ്യം നൽകുന്നവയാണ്. സത്യസന്ധവും ധാർമ്മിക വിശുദ്ധിയുമുള്ള ജീവിത സാക്ഷ്യത്താൽ ലൗകിക ഘടനകൾക്ക് വിശുദ്ധമായ ഒരു ഭയമുണ്ടാക്കുന്നതിന് അത് മുഖാന്തരമാണ്. ദൈവഹിതത്തിന് കീഴടങ്ങിയിരിക്കുന്നതിനാൽ ദൈവം കൂടെയുണ്ട് എന്നും സകലപാതകളിലൂടെ മുന്നേറുന്നതിനാൽ ആത്യന്തികമായി ദൈവതിരുനാമം മഹത്വീകരിക്കപ്പെടുമെന്നും അതാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ സാഫല്യമെന്നും തിരിച്ചറിയുമ്പോൾ കഷ്ടസങ്കടങ്ങളുടെ അപകാരങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കപ്പെടുമെന്നുള്ള ചിന്ത നമുക്ക് വിമോചനദായകമാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പുതിയ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. ലോകത്തിൻ്റെ ഗതികൾക്കനുസരിച്ച് നീങ്ങാനല്ലല്ലോ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും ലോകത്തിൻ്റെ ശത്രുത ഞങ്ങൾക്ക് ലഭിച്ചേക്കാം. എങ്കിലും ക്രിസ്തുവിൻ്റെ സഹനതകളുടെ പങ്കാളികളായി ജീവിപ്പാൻ, ആ നിലപാടുകളിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണം. ഇന്നത്തെ പകൽക്കാലം വേറിട്ട ചിന്തകളോടുകൂടി ജീവിപ്പാൻ, കാഴ്ചപ്പാടുകളോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതലിലും കരുണയിലും സൂക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.